സുഗമോദേവി സീരിയലിലെ ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ സ്വന്തം പാർട്ടിയിൽ നിന്നും തന്നെ സിദ്ധാർത്ഥനാണെങ്കിൽ ഒരുപാട് സംശയങ്ങൾ നേരിടേണ്ടി വരികയാണ്. അതായത് പ്രഭാവതിയെ തലക്കടിച്ച് വീഴ്ത്തിയത് സിദ്ധാർത്ഥനാണോ എന്നുള്ള ചോദ്യം സ്വന്തം പാർട്ടി തന്നെ സിദ്ധാർത്ഥനോട് ചോദിക്കാതെ ചോദിക്കുന്നുണ്ട്. ഈ സമയം സിദ്ധു പറയുകയാണ്, ഞാൻ എന്തായാലും ഇപ്പൊ എല്ലാവരുടെയും സംശയത്തിന് നേരിലാണ്. പക്ഷേ എനിക്കൊന്നേ പറയാനുള്ളൂ, എന്റെ ഭാര്യ KDF-ലേക്ക് പോകുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയില്ല. എന്റെ സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കുന്ന ദേവിക വിജയിക്കണം, അത്ര മാത്രമേ എനിക്കിപ്പോ പറയാനുള്ളൂ. പിന്നെ ഒരു വീട്ടിൽ നിന്നാണ് രണ്ട് സ്ഥാനാർത്ഥികളും ഉള്ളത്, അതുകൊണ്ട് കുറച്ച് വെല്ലുവിളികൾ നേരിടേണ്ടി വരും. അത് ഞാൻ നേരിട്ടോളാം എന്ന് പറഞ്ഞ് സിദ്ധാർത്ഥനാണെങ്കിൽ തന്നെ നിലപാട് ഉറപ്പിക്കുന്നുണ്ട്. പിന്നീട് ഡിസ്ചാർജ് ചെയ്ത് വീട്ടിലേക്ക് പ്രഭാവതിയെ കൊണ്ടുവരികയാണ്. ഈ സമയം എല്ലാവരും പ്രഭാവതിക്ക് ചുറ്റിലുമുണ്ട്. വേദനയും മറ്റൊക്കെ കുറവുണ്ടോ എന്നൊക്കെ ദേവികയും രജനിയൊക്കെ ചോദിക്കുന്നുണ്ടെങ്കിലും പ്രഭാവതി പറയുക, എത്ര വേദനിച്ചാലും ഞാൻ എന്തായാലും ഈ തിരഞ്ഞെടുപ്പിൽ മത്സരിച്ച് വിജയിച്ചിരിക്കുമെന്ന് ദേവികയെ നോക്കി ഒരു ആക്കിക്കൊണ്ട് സംസാരിക്കുകയാണ്. എന്തായാലും ഈ സമയം ഭാർഗവിയാണെങ്കിൽ ചുമ്മാ ഇരിക്കുന്നില്ല. അവരാണെങ്കിൽ ദേവികയെ നോക്കിക്കൊണ്ട് പറയുന്നുണ്ട്, പ്രഭകുഞ്ഞെ, നീ എന്തായാലും ഇനി സൂക്ഷിക്കണം. സ്വന്തം വീട്ടിൽ തന്നെയാണ് ശത്രുക്കളുള്ളത്. അതിനിപ്പോ സ്വന്തം അമ്മയാണെന്നോ ഭാര്യയാണെന്നോ ആരും നോക്കാൻ പോകുന്നില്ല എന്നൊക്കെ ഭാർഗവി പറയുമ്പോൾ ദേവിക്കാണെങ്കിൽ അത് വല്ലാതെയാവുന്നുണ്ട്. ഗൗരിയാണെങ്കിൽ ഭാർഗവിയോട് മിണ്ടാതിരിക്കാൻ പറയുന്നുണ്ടെങ്കിലും അവരത് കേൾക്കുന്നില്ല. വായി തോന്നിയതൊക്കെ വിളിച്ച് പറയുകയാണ്. അങ്ങനെ ദേവിക പുറത്തേക്ക് പോകുന്നുണ്ടെങ്കിലും ഭാർഗവി പിന്നാലെ പോയി അവളെ സത്യത്തിൽ മാനസികമായിട്ട് തളർത്തിക്കൊണ്ടിരിക്കുകയാണ്. ദേവികയോട് പറയുന്നുണ്ട്, എന്തൊക്കെ പറഞ്ഞാലും ഇത് നിന്റെ ഭർത്താവിന്റെ അമ്മയാണ്. അവരോട് ഈ ക്രൂരത നീ നിന്റെ പാർട്ടിയും ചെയ്യാൻ പാടില്ലായിരുന്നു എന്നൊക്കെ പറയുമ്പോൾ ആന്റി എന്തൊക്കെയായി പറയുന്നു, ഞാൻ ഒരിക്കലും ഇങ്ങനെ ചെയ്തിട്ടില്ല. പിന്നെ എന്റെ അറിവോട് കൂടിയിട്ടല്ല ഇങ്ങനെ നടന്നിരിക്കുന്നത്. വന്ന വഴി മറക്കുന്ന സ്വഭാവമാണല്ലോ നിന്റെയൊക്കെ. ആന്റി, ഇത് കുറച്ച് കൂടുന്നുണ്ട്. കുറെ ആയി ഞാൻ ആന്റിയിൽ നിന്നും ഇങ്ങനെയൊക്കെ കേൾക്കുന്നു. എനിക്കിതിനി കേട്ടോണ്ടിരിക്കേണ്ട കാര്യമില്ലെന്നൊക്കെ പറയുമ്പോ ഇതാ പറഞ്ഞത് അഹങ്കാരിയായെന്ന്. എന്തായാലും നീ അഹങ്കരിക്ക്, പക്ഷെ പ്രഭകുഞ്ഞിന്റെ ദേഹത്ത് തൊട്ടുള്ള കളിയൊന്നും വേണ്ടെന്നിങ്ങനെ ഭാർഗവി വീണ്ടും ഓർമ്മപ്പെടുത്തുകയാണ്. എന്തായാലും ദേവികയാണെങ്കിൽ മാനസികമായിട്ട് തകർന്നു പോകുന്ന ആ ഒരു അവസ്ഥയിലേക്കൊക്കെ എത്തുന്നുണ്ട്. പിന്നീട് നന്ദനാണ് സിധുവിനോട് ചോദിക്കുകയാണ്, അച്ഛാ സത്യം പറയണം, എനിക്കെന്തോ അമ്മയുടെ ഈ ഒരു വീഴ്ചയിൽ എന്തൊക്കെയോ സംശയങ്ങളുണ്ട്. അച്ഛന്റെ പാർട്ടിയിൽ നിന്നും എന്തെങ്കിലും ക്രൂരമായിട്ടുള്ള പ്രവൃത്തി ഉണ്ടായോ എന്നൊക്കെ ചോദിക്കുമ്പോൾ എന്റെ അറിവോട് കൂടിയിട്ട് എന്തായാലും ഒന്നും സംഭവിച്ചിട്ടില്ല. ഇനിയിപ്പോ അങ്ങനെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ സ്വന്തം പാർട്ടിയാണെന്ന് പോലും ഞാൻ നോക്കില്ല. ഉറപ്പായിട്ടും ഞാൻ അതിനെതിരെ പ്രതികരിച്ചിരിക്കും. പിന്നെ എന്റെ പരമായിട്ടുള്ള സംശയം എന്താണെന്ന് വെച്ചാൽ എനിക്ക് പ്രഭാവതിയെ തന്നെയാണ്. അവൾ ഇപ്പോൾ ജയിക്കാൻ വേണ്ടി ഏതറ്റം വരെയും പോകും. കാരണം അത്രയ്ക്കും വാശി പ്രഭാവതിയിലുണ്ട്. ദേവികയെ എങ്ങനെയെങ്കിലും തോൽപ്പിക്കണം. അരുന്ധതിയെയും ദേവികയൊക്കെ തന്നെ വെല്ലുവിളിച്ചുകൊണ്ടുള്ള മത്സരത്തിനാണ് അവൾ നിന്നുകൊണ്ടിരിക്കുന്നതെന്നൊക്കെ പറയുമ്പോൾ നന്ദനാണെങ്കിൽ സ്വന്തം അമ്മയെ ചെറുതായിട്ടൊന്ന് ഡൗട്ട് അടിക്കുകയാണ്. കാരണം പ്രഭാവതി ആയതുകൊണ്ട് തന്നെ അങ്ങനെയൊക്കെ ചെയ്യുമെന്ന് നന്ദനും ഉറപ്പാക്കുന്നുണ്ട്. പിന്നീട് ത്യാഗരാജനാണെങ്കിൽ അരുന്ധതിയെ കാണാൻ പോകുന്നുണ്ട്. എന്നിട്ട് മീറ്റിംഗിൽ നടന്ന കാര്യങ്ങളൊക്കെ തന്നെ പറയുന്നു. ഈ സമയം അരുന്ധതി പറയാണ്, മത്സരം കഴിയുന്നത് വരെ നമ്മൾ കുറച്ച് കരുതിയിരിക്കണം. അതിനുശേഷം മാത്രമേ പടയൊരുക്കാനായിട്ട് പാടുള്ളൂ. എന്തായാലും ദേവിക വിജയിക്കണം. അതിനുവേണ്ടി നമ്മൾ ഇനി എന്തും ചെയ്യണം. പക്ഷേ കയ്യാങ്കളിയോ വാർത്തകളാവുന്ന ഒരു കാര്യങ്ങളും ചെയ്യരുത്. ഇനി പ്രഭാവതിയെ തോൽപ്പിക്കുക എന്നുള്ള ഒറ്റ ലക്ഷ്യം മാത്രമേ നമുക്ക് പാടുള്ളൂ എന്നൊക്കെ അരുന്ധതിയാണെങ്കിൽ ത്യാഗരാജനെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒരു വിഡിത്തവും ഇനി ചെയ്തു പോകരുതെന്നും അരുന്ധതി വീണ്ടും ഓർമ്മപ്പെടുത്തുന്നുണ്ട്. പിന്നീട് പ്രഭയാണെങ്കിൽ റൂമിൽ റെസ്റ്റ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഈ സമയം സിദ്ധു സംസാരിക്കാനായിട്ട് പോകുന്നുണ്ട്. അങ്ങനെ അവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ചാനലിൽ നിന്നും ആളുകൾ വിളിക്കുന്നത്. അങ്ങനെ പ്രഭാവതിയോട് ചോദിക്കുന്നുണ്ട്, മേഡത്തിന് ആരെയെങ്കിലും ഡൗട്ട് ഉണ്ടോ എന്ന്. ഇത് കേൾക്കുന്ന പ്രഭാവതിയാണെങ്കിൽ സിദ്ധാർത്ഥനെ നോക്കുന്നുണ്ട്. KDF ജയിക്കരുതെന്ന് കരുതി BDF ചെയ്ത പ്രവൃത്തിയാണെന്നാണോ മേഡം കരുതുന്നത് എന്നൊക്കെ ചോദിക്കുമ്പോൾ സിദ്ധാർത്ഥനെ ഞെട്ടിച്ചുകൊണ്ട് തന്നെയാണ് പ്രഭാവതിയുടെ മറുപടി. അതേത് തന്നെയാണ് അവർ പറയുന്നത്. കാരണം പ്രഭയ്ക്ക് എങ്ങനെയെങ്കിലും ഈ ഇലക്ഷനിൽ ജയിക്കണം. അതിനിപ്പോ BDF-നെ തോൽപ്പിച്ചുകൊണ്ടായാലും അല്ലെങ്കിൽ കുറ്റപ്പെടുത്തിക്കൊണ്ടായാലും കുഴപ്പമില്ല എന്നുള്ള നിലപാടിൽ തന്നെയാണ്. അപ്പൊ കാത്തിരിക്കാൻ നമുക്ക് ലേറ്റസ്റ്റ് എപ്പിസോഡിനായിട്ട്. ബൈ.